നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ രാവിലെ ഇവിടെ തുടങ്ങുകയാണ്. നിരവധി വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്. എന്തായാലും സമഗ്രമായൊരു വാർത്താ ദിനം തന്നെയാണ് ഇന്ന്. അതോടൊപ്പം തന്നെ നിരവധി വിശേഷങ്ങളുമുണ്ട്. ആ വിശേഷങ്ങളും ഒക്കെയായി ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തും. ഞാൻ ഭവ്യ പാർവതി. നമുക്ക് വിശദമായി തന്നെ വാർത്തകളിലേക്ക് കടക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വനനിയമ ഭേദഗതി ആയുധമാക്കാൻ UDF-ഉം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ നീക്കം. കേരള കോൺഗ്രസിനും കത്തോലിക്ക കോൺഗ്രസിനും പിന്നാലെ UDF-ഉം വിഷയമുയർത്തുന്നത് സർക്കാരിന് വെല്ലുവിളി. വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിൽ കേരള കോൺഗ്രസ്. VD സതീശന്റെ വിയോജിപ്പ് കാര്യമാക്കാതെ കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾ മുന്നോട്ട്. നേതൃത്വം നൽകുന്നത് KPCC പ്രസിഡന്റ് K സുധാകരൻ. ചെന്നിത്തലയെയും ആന്റണിയെയും സുധാകരൻ കണ്ടതും പുനഃസംഘടന ലക്ഷ്യമിട്ട്. പോലീസ് രാഷ്ട്രീയമായി ഇടപെട്ടാൽ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കണമെന്ന് MV ഗോവിന്ദൻ. ന്യായമായ കാര്യങ്ങളിൽ പോലീസിനെ പ്രതിരോധിക്കുന്നതിൽ ഭരണം തടസ്സമാക്കണ്ട. MR അജിത് കുമാറിന് സർക്കാർ ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്നും തിരുവനന്തപുരം സമ്മേളനത്തിലെ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പാർട്ടി സെക്രട്ടറി. ശബരിമലയിലേക്കുള്ള പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം 1,00,000 കടന്നു. ഇന്നലെ ദർശനത്തിനെത്തിയത് 1,05,000 തീർത്ഥാടകർ. ഇന്നും സന്നിധാനത്ത് തീർത്ഥാടക തിരക്ക്. ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ ലോകം ഒന്നിക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. മോദിക്ക് CBCI ആസ്ഥാനത്ത് നൽകിയത് ആഘോഷ വരവേൽപ്പ്. ക്രൈസ്തവരെ BJPയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമെന്ന് വിലയിരുത്തൽ. കർദിനാൾ മാർ ജോർജ് കൂവക്കാടിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. ക്രിസ്മസിനൊരുങ്ങി ലോകം. പള്ളികളിൽ ഇന്ന് പാതിരാ കുർബാന. ചടങ്ങുകൾക്ക് ബിഷപ്പുമാർ നേതൃത്വം നൽകും. ഫോർട്ട് കൊച്ചി വെളിഗ്രൌണ്ടിലെ പാപ്പാഞ്ഞി മാറ്റില്ലെന്ന നിലപാടിൽ സംഘാടകർ. കാഴ്ചക്കാർക്കായി തുറന്നുകൊടുത്തു. പോലീസ് എന്ത് നടപടി എടുക്കുമെന്ന് ഉറ്റുനോക്കി കൊച്ചി നിവാസികൾ. വൈകല്യത്തോടെ കുട്ടി ജനിച്ച സംഭവത്തിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെ പ്രതിഷേധം ശക്തം. ആശുപത്രിക്ക് മുന്നിൽ സമരമിരിക്കാൻ കുട്ടിയുടെ മാതാപിതാക്കൾ. ആരോഗ്യവകുപ്പ് പറഞ്ഞു പറ്റിച്ചെന്നും കുട്ടിയുടെ അച്ഛനും അമ്മയും. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും രാവിലെയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ക്രിസ്മസ് തന്നെയാണല്ലോ അല്ലെ. നാളെ എന്തായാലും ലോകം ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ആ ദിനത്തിൽ, ആ സുപ്രധാനമായ ദിനത്തിൽ നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. ഇന്ന് എന്തായാലും പള്ളികളിലൊക്കെ പാതിരാ കുർബാനകളുണ്ട്. നമുക്ക് ആ വാർത്തകളിലേക്കും വിശേഷങ്ങളും ഒക്കെ നേരെ ഞങ്ങൾ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നതിന് മുൻപ് നമുക്ക് ചില പ്രധാന വാർത്തകൾ നോക്കി ആ വാർത്തകളിലേക്കൊക്കെ വരാമല്ലേ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വനനിയമ ഭേദഗതി നീക്കം സർക്കാരിനെതിരെ ആയുധമാക്കാൻ UDF-ഉം കേരള കോൺഗ്രസും കത്തോലിക്ക സഭയും വിഷയത്തിൽ സർക്കാരിനെതിരെ നിലപാടെടുത്തതോടെ പരസ്യ നീക്കങ്ങൾ ശക്തമാക്കിയുള്ള രാഷ്ട്രീയമാണ് UDF ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം. വനനിയമ ഭേദഗതി ഏകപക്ഷീയമായി നടപ്പാക്കില്ലെന്ന സർക്കാരിന്റെ ഉറപ്പിലായിരുന്നു UDF-ഉം. പക്ഷേ ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് M തന്നെ സർക്കാരിനെതിരെ പരസ്യനീക്കം നടത്തുകയാണ്. കത്തോലിക്ക സഭയും സർക്കാരിനെതിരെ തിരിഞ്ഞു. ഇനി കാത്തിരിക്കാനാവില്ല എന്നതാണ് UDF-ന്റെ വിലയിരുത്തൽ. കേരള കോൺഗ്രസ് വനം വകുപ്പിനെതിരെ നടത്തുന്ന നീക്കത്തിന് മറ്റു ചില രാഷ്ട്രീയ താൽപര്യങ്ങളുണ്ടെന്ന് UDF സംശയിക്കുന്നു. കേരള കോൺഗ്രസ് സ്വാധീന മേഖലകളിൽ ജനങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്ന വിഷയത്തിൽ അവർക്ക് വിട്ടുവീഴ്ച നടത്താനാവില്ല. മുഖ്യമന്ത്രിയെ കണ്ടെങ്കിലും ഇടതുമുന്നണിയിലെ ഈ ഭിന്നതയ്ക്ക് പെട്ടെന്ന് പരിഹാരമുണ്ടാവാനും ഇടയില്ല.
പ്രാദേശിക വിഷയങ്ങൾ വളരെയധികം സ്വാധീനിക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വനനിയമ ഭേദഗതി UDF ഏറ്റെടുക്കുന്നതിന് അങ്ങനെയും കാരണമുണ്ട്. കത്തോലിക്ക സഭ വനനിയമ ഭേദഗതി ഉന്നയിച്ച് കടുത്ത നീക്കങ്ങൾക്ക് ഒരുങ്ങുകയാണ്. കത്തോലിക്ക മേഖലകളെ ഒപ്പം നിർത്താൻ സ്വാഭാവികമായും UDFന് ഇത് ഏറ്റെടുക്കേണ്ടി വരും. ഇതോടെ സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയേറുന്നു. പബ്ലിക് ഹിയറിംഗ് നടത്തി പരമാവധി നീട്ടിക്കൊണ്ടുപോവുകയായിരിക്കും ഇനി സർക്കാരിന്റെ തന്ത്രം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രതിപക്ഷ നേതാവിന്റെ വിയോജിപ്പ് മറികടന്ന് കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. KPCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ തിരക്കിട്ട ചർച്ചകളാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും പുരോഗമിക്കുന്നത്. ചെന്നിത്തലയുടെയും AK ആന്റണിയുടെയും വസതികളിൽ K സുധാകരൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ പ്രധാന ലക്ഷ്യവും പുനഃസംഘടന തന്നെയാണെന്നാണ് സൂചന. പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കാതെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ബൂത്ത് തലം മുതൽ പാർട്ടിയെ സജീവമാക്കാനാവില്ലെന്ന വിലയിരുത്തലിലാണ് തിരക്കിട്ട നീക്കങ്ങൾ. എന്നാൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് വിവാദങ്ങൾക്ക് വഴിവെക്കാതെ രഹസ്യ ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ മുതിർന്ന നേതാക്കളുമായി വസതികളിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നത്. AK ആന്റണിയും രമേശ് ചെന്നിത്തലയും K മുരളീധരനും ഉൾപ്പെടെയുള്ളവർ പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന അഭിപ്രായത്തിലാണ്. അതേസമയം KPCC അധ്യക്ഷനെ നിലനിർത്തിക്കൊണ്ട് പുനഃസംഘടന നടത്തുന്നതിൽ അർത്ഥമില്ലെന്ന നിലപാടിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോഴും അയഞ്ഞിട്ടില്ല. ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉറപ്പാക്കി KPCC DCC പുനഃസംഘടനാ ചർച്ചകളുമായി മുന്നോട്ടു പോകാനാണ് K സുധാകരന്റെ ശ്രമം. തൃശൂർ DCCയിൽ പുനഃസംഘടന വൈകിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നേരത്തെ ബ്ലോക്ക് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുയർന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ AI ഗ്രൂപ്പുകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് പുനഃസംഘടന പൂർത്തിയാക്കുകയാണ് നേതൃത്വത്തിന് മുന്നിലെ വെല്ലുവിളി. NSSും SNDPയും ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ രമേശ് ചെന്നിത്തലയ്ക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പുനഃസംഘടനയിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ചെന്നിത്തല അനുകൂലികളും നീക്കം സജീവമാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. പോലീസ് രാഷ്ട്രീയമായി ഇടപെട്ടാൽ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറയുന്നത്. ന്യായമായ കാര്യങ്ങളിൽ പോലീസിനെ പ്രതിരോധിക്കുന്നതിൽ ഭരണം തടസ്സമാകേണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു. CPM ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയായാണ് CPM സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയത്. ADGP MR അജിത് കുമാറിനെ സർക്കാർ ക്ലീൻ ചീറ്റ് നൽകിയിട്ടില്ല എന്നും MP ഗോവിന്ദൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ില്ലെന്നും രാഷ്ട്രീയ ഉദ്ദേശത്തോടെ പോലീസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും തോന്നിയാൽ ആദ്യം ഭരണത്തിലുള്ളവരെ അറിയിക്കണം. എന്നിട്ടും പരിഹാരമില്ലെന്ന് കണ്ടാൽ രാഷ്ട്രീയമായി തന്നെ പോലീസിനെ നേരിടണം. പാർട്ടി ഭരണത്തിലുണ്ട് എന്നത് അതിന് പ്രതിബന്ധമാകേണ്ട കാര്യമില്ല. ഭരണത്തിലില്ലാത്തപ്പോഴും പോലീസിനെ നേരിട്ടവരാണല്ലോ നമ്മളെന്നും പ്രതിനിധികളോട് MV ഗോവിന്ദൻ പറഞ്ഞു. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസിൽ പാർട്ടി ഇടപെടൽ അനാവശ്യമായി ഉണ്ടാകുന്നുവെന്ന വിമർശനത്തെ തുടർന്നാണ് പാർട്ടി നേതാക്കൾ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പോകുന്നതിന് CPM നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ അങ്ങനെ മാറി നിൽക്കേണ്ടതില്ലെന്നാണ് ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. CPM നേതാക്കൾ സ്റ്റേഷനിൽ പോയില്ലെങ്കിലും മറ്റു പാർട്ടിക്കാർ നിരന്തരം പോകുന്നുണ്ട്. ന്യായമായ കാര്യങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിൽ തെറ്റില്ലെന്നും ഗോവിന്ദൻ. ADGP MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകിയ സർക്കാർ നടപടി MV ഗോവിന്ദൻ ശരിവച്ചു. അത് ഭരണപരമായ നടപടി മാത്രമാണ്. അജിത് കുമാറിന് സർക്കാർ ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളുടെ ഭാഗമായി അജിത് കുമാർ കുറ്റക്കാരനെന്ന് കണ്ടാൽ കർശന നടപടി ഉണ്ടാകുമെന്നും സംസ്ഥാന സെക്രട്ടറി പാർട്ടി സമ്മേളനത്തിന് ഉറപ്പുകൊടുത്തു. CPM സമ്മേളനങ്ങളിൽ ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി തന്നെ പ്രതിനിധികൾ ആഭ്യന്തര വകുപ്പിനെ കടന്നാക്രമിച്ചിരുന്നു. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടക്കുന്നതുൾപ്പെടെ ലോകമെമ്പാടുമുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ ഒരുമിച്ച് നീങ്ങണമെന്ന് പ്രധാനമന്ത്രി. ന്യൂഡൽഹിയിൽ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർദിനാളായി ഉയർത്തിയ മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ നരേന്ദ്രമോദി അഭിനന്ദിക്കുകയും ചെയ്തു.
മനു ഭരത് ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി. മനു, ഇന്നലെ CBCI ആസ്ഥാനത്ത് ആഘോഷ പരിപാടികളിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയായിരുന്നു നരേന്ദ്രമോദി. അവിടെ നിന്നാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആക്രമണങ്ങൾക്കെതിരെ, അതും ക്രൈസ്തവരോടുള്ള ആക്രമണങ്ങൾക്കെതിരെ ഒരുമിച്ച് ലോകം അതിനെ ചെറുക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കഴിഞ്ഞ കുറച്ച് നാളുകളായി മനു നമ്മൾക്ക് കാണുന്നതാണ് ഈ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള BJP സർക്കാരിന്റെ ഒരു ശ്രമം. അതിന്റെ ഭാഗം തന്നെയാണോ ഇന്നലെ ആഘോഷ പരിപാടികളിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തിയതും ക്രൈസ്തവരെ ചേർത്ത് പിടിക്കണം എന്നുള്ള ആഹ്വാനമൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭവ്യ, CBCIയുടെ ആസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി എത്തുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി. ഇത്തരം ഒരു നീക്കം ന്യൂനപക്ഷ സമൂഹങ്ങളെ കൂടെ നിർത്താനാണ് എന്ന വിമർശനം പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിക്കുന്നുണ്ട്. അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ BJPക്ക് അല്ലാതെ ജയിക്കാൻ കഴിയില്ല എന്നുറപ്പായ സാഹചര്യത്തിലാണ് ഈ നീക്കം എന്നും ആരോപിക്കുന്നവരുണ്ട്. അതേസമയം പ്രധാനമന്ത്രിയാകട്ടെ ക്രൈസ്തവർക്കെതിരെ ആഗോളതലത്തിൽ നടക്കുന്ന ആക്രമണങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ തൻ്റെ പ്രസംഗം അല്ലെങ്കിൽ ക്രിസ്മസ് സന്ദേശം നൽകിയത്. കാരണം ജർമ്മനിയിൽ നടന്ന ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാറിടിച്ച് കയറ്റിയ സംഭവത്തെ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഒപ്പം ശ്രീലങ്കയിൽ ഈസ്റ്റർ സ്ഫോടനങ്ങളോടനുബന്ധിച്ച് ആളുകൾ കൊല്ലപ്പെടുകയും അവരെയൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ താൻ പോയ സംഭവവും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. അതോടൊപ്പം നിരവധി ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിൽ യമനിലുമൊക്കെ പുരോഹിതർ കുടുങ്ങിയപ്പോൾ അവിടെ ഫാദർ അലക്സിസ് പ്രേംരാജും അതുപോലെ യമനിൽ ഫാദർ ടോമും ഒക്കെ കുടുങ്ങിയപ്പോൾ അവരെ രക്ഷിക്കാൻ രാജ്യമെടുത്ത വളരെ സുപ്രധാനമായ നീക്കങ്ങൾ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇറാഖിൽ കുടുങ്ങിയ നഴ്സുമാരെ നാട്ടിലെത്തിക്കാൻ നടത്തിയ സർക്കാരിൻ്റെ ഇടപെടലുകൾ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതൊക്കെ വെറും നയതന്ത്ര നീക്കങ്ങൾ മാത്രമല്ല, പക്ഷേ ഇന്ത്യൻ പൗരൻ എവിടെ കുടുങ്ങിയാലും അവരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കഴിയുന്ന ഒരു സർക്കാരാണ് ഇന്ന് രാജ്യത്തുള്ളത് എന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഇന്നത്തെ ഇന്ത്യ അവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കും എന്ന് അദ്ദേഹം ഉറപ്പ് കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ക്രൈസ്തവ സമൂഹത്തിന് ആഗോള വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യൻ സർക്കാരിൻ്റെ പിന്തുണയുണ്ട് എന്ന ഒരു കാര്യം കൂടിയാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. ആഗോളതലത്തിലുള്ള ആക്രമണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പക്ഷേ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചൊന്നും പ്രധാനമന്ത്രി പ്രതിപാദിച്ചില്ല. മറിച്ച് കൂട്ടായി യോജിച്ച് നീങ്ങാനുള്ള ഒരു നീക്കമാണ് ക്രൈസ്തവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് എന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകുകയും ചെയ്തത്. സ്വാഭാവികമായും ഇത് പ്രതിപക്ഷ ചേരി നോക്കിക്കാണുന്നത് ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാനുള്ളൊരു നീക്കമായാണ്. പക്ഷേ അതിൽ പ്രധാനമന്ത്രി എത്രമാത്രം വിജയിക്കുന്നു എന്നത് ഒരു സുപ്രധാന ഘടകമാണ്. മാർപ്പാപ്പയെ താൻ കണ്ടുവെന്നും ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുവെന്നും കൂടി പറഞ്ഞു വെക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതാണ്. അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ പുത്രൻ കർദിനാളായതിൽ രാജ്യത്തിന് അഭിമാനമെന്ന് മാർ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുക കൂടി ചെയ്തു, അല്ലേ മനു? അത് കൂവക്കാട് പിതാവിൻ്റെ നേട്ടത്തെ ഭാരതപുത്രൻ്റെ നേട്ടം എന്ന തരത്തിലാണ് പ്രധാനമന്ത്രി ഉയർത്തി കാണിച്ചത്. അങ്ങനെ ഇന്ത്യക്കാരുടെ നേട്ടം വലിയ തോതിൽ നമ്മൾ സന്തോഷം നൽകുന്ന ഒന്നാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം ഈ പോപ്പ് ഇന്ത്യയിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നതിൻ്റെ സൂചന കൂടി പ്രധാനമന്ത്രി ശക്തമായി നൽകുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ സർക്കാരും ഒരു ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു ആവശ്യം എടുത്ത് പറയുകയും അടിവരയിടുകയുമാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ക്രൈസ്തവരെ BJPയിലേക്ക് അടുപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് പ്രധാനമന്ത്രിയുടെ CBCI ആസ്ഥാന സന്ദർശനത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. സർക്കാർ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞ നരേന്ദ്രമോദി യോജിച്ച് നീങ്ങണമെന്ന സന്ദേശമാണ് ഇന്നലെ നൽകിയത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള നീക്കമായി കൂടിയാണ് പ്രധാനമന്ത്രിയുടെ നടപടികളെ വിമർശകർ നോക്കിക്കാണുന്നത്. ഇതാദ്യമായാണ് ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്കായി എത്തുന്നത്. BJP ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരാണെന്ന പ്രതിപക്ഷ ആരോപണത്തെ കരോൾ ഗാനത്തിന് താളം പിടിച്ച് പ്രതിരോധിക്കുകയാണ് പ്രധാനമന്ത്രി. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഫാദർ അലക്സ് പ്രേംകുമാർ നേരിട്ട പ്രയാസങ്ങൾ, യമനിൽ ജിഹാദികൾ തട്ടിക്കൊണ്ടുപോയ ഫാദർ ടോം ഉഴുന്നാലിനെ മോചിപ്പിച്ച കാര്യം, ഇറാഖിൽ നിന്ന് സുരക്ഷിതരായി നാട്ടിലെത്തിയ നഴ്സുമാർ, എല്ലാം തൻ്റെ സർക്കാർ ക്രൈസ്തവ സമൂഹത്തിന് നൽകിയ പിന്തുണയായി പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഉദാഹരണങ്ങൾ പലതും വരികൾക്കിടയിൽ വായിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു.
2019 ശ്രീലങ്കയിൽ നടന്ന ഈസ്റ്റർ ബോംബ് സ്ഫോടനത്തിൽ ക്രൈസ്തവ ഇരകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ശ്രീലങ്കയിൽ പോയ സന്ദർഭം പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. അടുത്തിടെ ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിൽ കാർ ഇടിച്ചു കയറ്റിയ സംഭവം എടുത്തു പറഞ്ഞു. എന്നാൽ ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചില്ല. അന്യോന്യം ഭാരങ്ങൾ വഹിക്കുവിൻ എന്ന ബൈബിൾ വചനം ഉദ്ധരിച്ച് അത് മുദ്രാവാക്യമാക്കിയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാക്കി. അനുകമ്പയുടെയും നിസ്വാർത്ഥ സേവനത്തിൻ്റെയും പാതയാണ് യേശുക്രിസ്തു ലോകത്തിന് കാണിച്ചു കൊടുത്തത് എന്ന് ഓർമ്മിപ്പിച്ച് ഒരുമിച്ച് നീങ്ങണമെന്ന് നിർദ്ദേശിച്ച് ക്രൈസ്തവ സമൂഹത്തിന് നേരെ അശ്ലേഷിക്കാൻ കൈകൾ നീട്ടുകയാണ് മോദി. ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സഭകൾ നേരിടുന്ന വെല്ലുവിളികളിൽ BJPക്ക് പങ്കില്ലെന്ന് പറയാതെ പറയുകയാണ് പ്രധാനമന്ത്രി. ന്യൂനപക്ഷ രാഷ്ട്രീയങ്ങളെ ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയമാണ് തൻ്റേതെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ VHP ഉൾപ്പെടെയുള്ള പരിവാർ യോജിക്കുമോ എന്നേവരും ഉറ്റുനോക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ആഘോഷങ്ങളിൽ മറ്റാരെക്കാളും മുന്നിൽ നിൽക്കുന്നത് എന്നും ഒരു പിടി മുന്നിൽ മലയാളികൾ തന്നെയായിരിക്കും അല്ലേ. നമ്മൾ ഒന്നും വിടാറില്ല, എല്ലാം നമുക്ക് ആഘോഷമാണ്. അങ്ങനെ നമ്മൾ എന്തായാലും നാളെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. മലയാളികൾ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അടിപൊളിയായി നമ്മൾ കഴിഞ്ഞ 10 ദിവസത്തോളമായി ക്രിസ്മസ് ആഘോഷത്തിലാണ് ഓരോ സ്ഥലങ്ങളിലും. ഇന്നലെ ന്യൂസ് 18 ക്രിസ്മസ് ആഘോഷിച്ചിരുന്നു. വലിയ ആഘോഷമായിരുന്നു ഞങ്ങളുടെ ന്യൂസ് ഡെസ്കിലും. എന്തായാലും ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുമ്പോൾ ഒരിക്കൽ കൂടി ന്യൂസ് 18ന്റെ ഭാഗമായി എല്ലാവർക്കും ഞങ്ങൾ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. നാളെ ക്രിസ്മസ് ആണ്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും ഒക്കെ നടക്കും. പാതിരാ കുർബാന തിരുവനന്തപുരം ലൂർദ് ഫെറോന പള്ളിയിൽ രാത്രി 10:30 കർദിനാൾ മാർജ് ജോർജ് കൂവക്കാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പിറവി തിരുനാൾ തിരുകർമ്മങ്ങളും പരിശുദ്ധ കുർബാനയും നടക്കും. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ ബെസേലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ ചടങ്ങുകൾ നടക്കും. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ പാതിരാ കുർബാനയ്ക്ക് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ നേതൃത്വം നൽകും. എന്തായാലും നാട് മുഴുവൻ ഒരുങ്ങിക്കഴിഞ്ഞു പൂർണ്ണമായി ക്രിസ്മസ് ആഘോഷിക്കാൻ, ക്രിസ്മസ് അടിപൊളിയാക്കാൻ. എല്ലായിടത്തിലും പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരത്തിലൊക്കെ എവിടെ നോക്കിയാലും ലൈറ്റുകൾ മാത്രമേ കാണൂ. സർക്കാരിന്റെ നേതൃത്വം അടക്കം എല്ലായിടത്തും ലൈറ്റുകൾ കൊണ്ട് വർണ്ണാഭമാണ്. നിങ്ങളുടെ നാട്ടിലും അത്തരത്തിൽ അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടും പറയുമല്ലോ അല്ലെ. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. മറ്റു വാർത്തകൾ നോക്കാം. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് US-ലെത്തും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ആദ്യ ഉന്നതതല സന്ദർശനമാണിത്. പ്രധാന പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ 6 ദിവസ സന്ദർശനത്തിനായി ഇന്ന് US-ലേക്ക് എത്തുകയാണ്. മനു ഭരത് ചേരുന്ന വിവരങ്ങളുമായി. മനു, ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു നേതാവ്, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി തന്നെ നേരിട്ട് US-ലേക്ക് എത്തുന്നത്. എന്തൊക്കെയായിരിക്കും പ്രധാനമായി ആ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം, ലക്ഷ്യങ്ങൾ? അമേരിക്കയിൽ വലിയൊരു ഭരണമാറ്റം നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഒട്ടും സമയം കളയുന്നില്ല. ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ, സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഒരു പടി മുന്നിൽ കടന്ന് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നു. ഏതായാലും അവിടുത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കനെ അദ്ദേഹം കാണും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ ട്രംപ് ഭരണകൂടത്തിലെ ആരെയൊക്കെ കാണും എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. അതിനുള്ള സാധ്യതകൾ പക്ഷേ തള്ളിക്കളയാനാകില്ല. തൻ്റെ സർക്കാരിൽ നിർണായക സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അതിൻ്റെ നിലപാടുകൾ അറിയിച്ചിരുന്നു. സ്വാഭാവികമായും അവരിൽ ചിലരെയെങ്കിലും കാണാൻ S. ജയശങ്കർ ശ്രമിക്കും എന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഇന്ത്യ സേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിർണായകമായ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതിനുവേണ്ടി പ്രത്യേക സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഡ്രോണുകളെ സംബന്ധിച്ചൊക്കെയുള്ള വിഷയങ്ങളിൽ, അതുപോലെ സൈനിക സാമഗ്രികളുടെ കാര്യത്തിൽ ഒക്കെ ഒരു ചർച്ചയുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ ചൈന റഷ്യ ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് അമേരിക്കയെ കൂടി വിശ്വാസത്തിലെടുത്ത് നീങ്ങാൻ കഴിയുമോ എന്ന കാര്യം പ്രധാനമായും ആരായും. അതാണ് മനു. അതോടൊപ്പം തന്നെ പ്രധാനമായും നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഒരു സൗഹൃദം നേരത്തെ ചർച്ചയായതാണ്. അദ്ദേഹം വിജയിച്ചതിന് ശേഷം പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സൗഹൃദം അവിടെ വലിയ രീതിയിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വിദേശകാര്യമന്ത്രി US-ലേക്ക് എത്തുമ്പോൾ മനു പറഞ്ഞതുപോലെ തന്ത്രപ്രധാനമായ ചർച്ചകൾക്ക് സാഹചര്യം ഉണ്ടാകും അല്ലേ? അതെ, കാരണം ഇപ്പോൾ കാനഡ പോലുള്ള രാജ്യങ്ങൾക്ക് 25% താരിഫ് ഏർപ്പെടുത്തും
എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം അവിടെ വലിയ സാമ്പത്തിക അസ്ഥിരതയ്ക്ക് വഴിവെക്കുമെന്ന ആശങ്ക ഉയർത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ, റഷ്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ അതുപോലെ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഉരുത്തിരിയുന്ന ഒരു പ്രധാന ആശയം ഡോളറിന് പകരം പ്രാദേശിക ഇന്ത്യൻ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ രൂപ അല്ലെങ്കിൽ അവരുടെ നാണയം വിനിമയത്തിന് ഉപയോഗിക്കുക എന്നതാണ്. അപ്പോൾ ഇതൊക്കെ അമേരിക്കയെ ചൊടിപ്പിക്കുന്ന ചില വിഷയങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കം ഇന്ത്യയിൽ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ചുവടുവയ്പ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മറ്റൊരു പ്രധാന കാര്യം, ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ സർക്കാരിൽ നിർണായകമായ സ്ഥാനങ്ങൾ വഹിക്കുന്നത് ഇന്ത്യൻ അമേരിക്കൻകാരാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ അമേരിക്കൻ ജനത അവിടെ ഒരു ചെറിയ ശതമാനമാണെങ്കിലും ഡൊണാൾഡ് ട്രംപിൻ്റെ സർക്കാരിൽ അവർക്ക് താക്കോൽ സ്ഥാനങ്ങൾ ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അത്തരത്തിൽ ആരെയൊക്കെ കാണും എന്ന കാര്യം ഉറപ്പില്ല. പക്ഷേ സ്വാഭാവികമായും നമ്മുടെ പാലക്കാട്ട് കാരനായ വിവേക് രാമസ്വാമി അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ നിയന്ത്രണം അദ്ദേഹത്തിനാണ് വരിക. സ്വാഭാവികമായും അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. കശ്യപ് പട്ടേൽ FBI ഡയറക്ടറാണ്. അദ്ദേഹം വളരെ ശക്തമായി നരേന്ദ്രമോദിക്ക് അനുകൂലമായി രാമക്ഷേത്ര നിർമ്മാണത്തിന് ഘട്ടത്തിലൊക്കെ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായും കാഷ് പട്ടേൽ എന്ന് വിളിക്കുന്ന കശ്യപ് പട്ടേലിനെ കാണാം. പിന്നെ ഹർപ്രീത് ദില്ലൻ അവിടുത്തെ അസിസ്റ്റൻ്റ് അറ്റോർണി ഫോർ സിവിൽ റൈറ്റ്സ് ആണ്. ഹർമിത ദില്ലിനെ കാണുമോ എന്ന് ഉണ്ട്. അതുപോലെ ജയ ഭട്ടാചാര്യയുണ്ട്. മാത്രവുമല്ല ഈ ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ രണ്ടാമൻ JD വാൻസിൻ്റെ ഭാര്യ ഉഷ വാൻസ് ഇന്ത്യൻ വംശജയാണ്. സ്വാഭാവികമായും അത്തരം പ്രശ്നങ്ങൾ അത്തരം കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമോ? ഇങ്ങനെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ അഡ്വൈസർ ശ്രീ രാമകൃഷ്ണൻ, അതുപോലെ ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് തുളസി തുടങ്ങിയ ആളുകൾ ഒക്കെ ഇന്ത്യൻ വംശജരാണ്. അപ്പോൾ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ ഇത്ര തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ ഇന്ത്യൻ വംശജർ ഇരിക്കുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്താനാകുമെന്നത് ഒരു വലിയ വിഷയമാണ്. ഒപ്പം തന്നെ ഈ കോൺസുൽ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ യോഗം ജയശങ്കർ അവിടെ വിളിച്ചിട്ടുണ്ട്. പ്രിഡേറ്റർ ലോങ് എൻഡ്യൂറൻസ് ഡ്രോണുകളുടെ ഈ കൈമാറ്റത്തെ സംബന്ധിച്ച് ഒരു നിർണായക ചർച്ചയുണ്ടാകും, ധാരണകൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ തന്ത്രപ്രധാനമായ ഒട്ടനവധി മേഖലകൾ, പ്രാദേശിക വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ ലോകത്ത് മറ്റിടത്ത് ഒക്കെ നടക്കുന്ന യുദ്ധങ്ങളും സമാനമായ സാഹചര്യങ്ങളും ഒക്കെ വിലയിരുത്തുകയും അതിൽ കൂട്ടായ ഒരു നീക്കം സമാധാനത്തിലേക്ക് ചുവടുവയ്ക്കുന്നതിനായി നടത്താനുമൊക്കെയുള്ളൊരു ആഹ്വാനം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ട്. അതൊക്കെ ഈ വിഷയങ്ങളിൽ ചർച്ചയാകും എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്റർ കേസിൽ നടൻ അല്ലു അർജുനെ തെലങ്കാന പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. നേരിട്ട് ഹാജരാകാൻ ഇന്ന് നടന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് നടന് നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെങ്കിലും ഹൈക്കോടതി ജാമ്യത്തിൽ വിടുകയായിരുന്നു. അതിനിടെ അല്ലു അർജുന്റെ സിനിമ പോലീസിനെ അപമാനിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവ് തീൻമാർ മല്ലണ്ണ പരാതി നൽകി. മനു ഭരത് തന്നെ നൽകും നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ. മനു, പ്രധാനമായും അല്ലു അർജുന് കുരുക്കു മുറുകിക്കൊണ്ട് ഇന്നലെ പോലീസ് റിപ്പോർട്ട് വന്നിരുന്നു. പോലീസ് റിപ്പോർട്ടിൽ പ്രധാനമായും ഒന്നിതാണ്, ഈ സിനിമ ഇത്തരത്തിലൊരു യുവതി സിനിമ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു എന്ന് അറിഞ്ഞിട്ട് പോലും അല്ലു അർജുൻ ആ തിയേറ്റർ വിട്ട് പുറത്തിറങ്ങാൻ തയ്യാറായില്ല. സിനിമ കാണുന്നത് തുടർന്നു എന്നുള്ളൊരു പ്രധാന ഗുരുതര ആരോപണം പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പോലീസ് അല്ലു അർജുനിൽ നിന്ന് മൊഴിയെടുക്കുന്നത്. അപ്പോൾ പ്രധാനമായും എന്തൊക്കെയായിരിക്കും ചോദിച്ചറിയുക, എന്തായിരിക്കും നടക്കാൻ പോകുന്നത്, നീക്കങ്ങൾ എങ്ങനെയാണ്? പോലീസ് റിപ്പോർട്ട് ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇത് നിയമപരമായി ഇതിന് എന്തൊക്കെ കുറ്റകൃത്യങ്ങളുടെ വകുപ്പിൽപ്പെടും എന്നതാണ് സുപ്രധാനം. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൽ തുടർ നടപടികൾക്ക് സാധ്യതയുള്ളൂ. ഏതായാലും ഈ വിഷയത്തിൽ ഈ ഒരു യുവതി മരിക്കുകയും അവിടെ ഒരു കുട്ടി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ അവരുടെ ഭർത്താവ് തന്നെ അല്ലു അർജുനന് അനുകൂലമായി രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം ആണ് ഉണ്ടായിട്ടുള്ളത്. 35-കാരിയായ രേവതിയും അതുപോലെ 8 വയസ്സുള്ള രേവതി മരിക്കുകയും 8 വയസ്സുള്ള ശ്രീതേജിന് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം പുഷ്പ 2-ന്റെ നിർമ്മാതാക്കൾ ഈ കുടുംബത്തെ കാണുകയും അവർക്ക് 50 ലക്ഷം രൂപ ധനസഹായം നൽകുകയും ഒക്കെ ചെയ്തു. അവരത് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായി ഇനി കേസ് തുടർ നടപടികളുമായി കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സഹകരണം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. അതേസമയം
കോൺഗ്രസ് അനുകൂല നീക്കം ശക്തമായി തന്നെ അല്ലു അർജുനെതിരെ തുടരുന്നു. അത് വ്യക്തിവൈരാഗ്യം കൊണ്ടാണ് എന്ന് പറഞ്ഞുറപ്പിക്കാൻ സ്വാഭാവികമായി അല്ലു അർജുന് കഴിയും. ജോയിന്റ് ആക്ഷൻ കൗൺസിൽ ഓഫ് ഉസ്മാനിയ സ്റ്റുഡൻസ് കഴിഞ്ഞ ദിവസം അല്ലു അർജുൻ്റെ വീട്ടിലേക്ക് അതിക്രമങ്ങൾ നടത്തുകയും തക്കാളി എറിയുകയും ചെടിച്ചട്ടി തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. അവർ ഈ രേവന്ത് റെഡ്ഡിയുടെ സ്ഥലമായ കൊടരങ്കൽ പ്രദേശത്ത് നിന്ന് വന്നവരാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ആക്രമണം അദ്ദേഹത്തിന് നേരെ നടക്കുന്നു. ഇന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നൊരു വിവരം, അല്ലു അർജുൻ്റെ സിനിമയ്ക്കെതിരെ വീണ്ടും ഒരു കോൺഗ്രസ് നേതാവ് പരാതി നൽകിയിരിക്കുകയാണ്. തീന്മാർ മല്ലണ്ണ പറയുന്നത്. തീന്മാർ മല്ലണ്ണയുടെ ഒരു ആരോപണം, ഈ സിനിമയിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് മോശമായി അല്ലെങ്കിൽ അവരെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ നടൻ പെരുമാറുന്നു. സ്വിമ്മിംഗ് പൂളിൽ ഉള്ള ഒരു രംഗത്തെ അനുബന്ധിച്ചാണ് ഈ പരാമർശം വന്നിരിക്കുന്നത്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഇരിക്കുകയും ആ ഒരു രംഗം വളരെ മോശമായാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ചിത്രീകരിക്കുന്നത് എന്ന് ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായും കോടതിയുടെ പരിഗണനയിൽ വരുന്നതാണ്. ഏതായാലും അല്ലു അർജുന് നേരിട്ട് ഈ വിഷയത്തിൽ ബന്ധമില്ല. പക്ഷേ സ്വാഭാവികമായി അല്ലു അർജുൻ്റെ പെരുമാറ്റം അത്തരത്തിൽ ഒരു അപകടം ഉണ്ടാക്കുന്നതിന് എത്രമാത്രം പങ്കുവഹിച്ചു അല്ലെങ്കിൽ അത് എത്രമാത്രം അതിനുതകി എന്ന കാര്യമാണ് പോലീസ് വിശദമായി പരിശോധിക്കുക. അല്ലു അർജുന് ഇന്ന് 11 മണിക്കാണ് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാനും മറ്റു കാര്യങ്ങളും പോലീസ് നടത്തും. ഈ കേസിൽ നേരത്തെ തന്നെ അല്ലു അർജുന് ജാമ്യം ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ട്. തുടർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് പോലീസ് അല്ലു അർജുനിൽ നിന്ന് ചോദിച്ചറിയും. മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. നന്ദി. വിഖ്യാത സംവിധായകൻ ശ്യാം ബെനഗൽ അന്തരിച്ചു. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഇന്ത്യൻ സിനിമയിൽ സമാന്തര സിനിമകളുടെ അതികായനെന്ന് അടയാളപ്പെടുത്തിയാണ് ശ്യാം ബെനഗൽ വിടവാങ്ങുന്നത്. ഛായാഗ്രാഹകനായിരുന്ന അച്ഛൻ ശ്രീധർ ബി ബെനഗൽ നൽകിയ ക്യാമറയിലൂടെയാണ് സിനിമയിലേക്കുള്ള ആദ്യ ചുവട്. അത് 12ാം വയസ്സിൽ. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്തപ്പോഴും അഭിരുചിയുടെ ഫോക്കസ് സിനിമയിലേക്ക് മാത്രം. ഹൈദരാബാദ് ഫിലിം സൊസൈറ്റി എന്ന പേരിൽ ചലച്ചിത്ര കൂട്ടായ്മയും സ്ഥാപിച്ചു. ബോംബെ ആസ്ഥാനമായുള്ള ഒരു പരസ്യ ഏജൻസിയിൽ കോപ്പി റൈറ്ററായി തുടക്കം. 62-ൽ ആദ്യ ഡോക്യുമെന്ററി ഗർഭദ ഗംഗ നിർമ്മിച്ചു. 7 വർഷക്കാലം ബെനഗൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായി. പിൽക്കാലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനുമായി. എ ചൈൽഡ് ഓഫ് ദി സ്ട്രീറ്റ് ഡോക്യുമെന്ററി ശ്രദ്ധേയമായി. പഴയ ആന്ധ്രാപ്രദേശിലെ സാമ്പത്തിക ലൈംഗിക ചൂഷണത്തിന്റെ കഥ പറഞ്ഞ അങ്കൂർ 50 വർഷത്തിനിപ്പുറവും പ്രശംസകൾ ഏറ്റുവാങ്ങുന്നു. ചിത്രം ഇല്ലാത്തും ആസ്വദിക്കപ്പെടുന്നത് ഏറ്റവും വലിയ അംഗീകാരമാണെന്ന് ഷബാന ആസ്മി പ്രതികരിച്ചത് കഴിഞ്ഞ IFFKയിൽ. നസറുദ്ദീൻ ഷാം, ഓംപുരി, അമരീഷ് പുരി തുടങ്ങിയവരിലെ അഭിനയ പ്രതിഭയെ വാർത്തെടുക്കുന്നതിൽ ബെനഗലിന്റെ പങ്ക് അവിസ്മരണീയം. ന്യൂ ഇന്ത്യൻ സിനിമ 70കളിലും 80കളിലും നേടിയ വിജയത്തിന് കടപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും ശ്യാം ബെനഗലിന്റെ 4 ചിത്രങ്ങളോടാണ്. അങ്കൂറിന് പുറമെ നിഷാന്ത്, മന്ദൻ, ഭൂമിക. ഗുജറാത്തിലെ ക്ഷീരവ്യവസായത്തിന്റെ ശൈശവദശയുടെ പരാധീനതകളായിരുന്നു മന്ദനിൽ. 5 ലക്ഷത്തിലധികം വരുന്ന ഗുജറാത്ത് ഗ്രാമീണർ 2 രൂപ വീതം ഈ ചിത്രത്തിന്റെ നിർമ്മാണത്തിനായി നൽകി. അവർ ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കളുമായി. ചിത്രം കാണാൻ അവിടുത്തെ ഗ്രാമീണർ ട്രക്കുകളിൽ കൂട്ടം കൂട്ടമായി തിയേറ്ററിലെത്തി. അവിടെ ബെഗൽ രചിച്ചത് സമാന്തര സിനിമയുടെ പുതിയ അധ്യായം. പ്രണയത്തിന്റെ കഥ പറഞ്ഞ ജുനൂൻ, മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയെടുത്ത കലിയുഗ് ബോക്സ് ഓഫീസിൽ നേട്ടമായില്ലെങ്കിലും പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. 17 ദേശീയ പുരസ്കാരങ്ങൾ സ്വന്തം പേരിൽ. സമാന്തരമായി നടന്ന് പുതുതരംഗം സൃഷ്ടിച്ച പ്രതിഭ ഇനി പുതുതലമുറകളുടെ ചലച്ചിത്ര ഗ്രന്ഥം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരിച്ചെത്താം നിരവധി വാർത്തയിലേക്ക്, വിശേഷങ്ങളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. വനനിയമ ഭേദഗതിയിൽ ആശങ്കകൾ പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന് ജോസ് കെ മാണി MP. കേരള കോൺഗ്രസ് എം നേതാക്കൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കർഷകർ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചെന്ന് ജോസ് കെ മാണി. വനം മന്ത്രിയെ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാമെന്നും ജോസ് കെ മാണി. വനനിയമ ഭേദഗതിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിഷപ്പ് മാർ റെമിജിയോ സിഞ്ചനാനിയിൽ. വനനിയമ ഭേദഗതി പിൻവലിച്ചേ മതിയാകൂ, നിയമസഭയിൽ പാസ്സാകുമെന്ന് കരുതുന്നില്ല. വനമന്ത്രിക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ല. അടിയന്തരാവസ്ഥ കാലത്തെ പോലെയുള്ള നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുമെന്നും ബിഷപ്പ്. വനനിയമ ഭേദഗതിയിൽ കേരള കോൺഗ്രസ് നേതാക്കൾ റോഷി അഗസ്റ്റിനെ തള്ളിപ്പറയുമോ എന്ന് മന്ത്രി AK ശശീന്ദ്രൻ.
കേരള കോൺഗ്രസ് കുറച്ചുകൂടി പക്വത കാട്ടണമായിരുന്നു. പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ മലയോര മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള ശ്രമം മതമേലധ്യക്ഷന്മാരിൽ നിന്ന് കുറച്ചുകൂടി പക്വത പ്രതീക്ഷിക്കുന്നതായും എ കെ ശശീന്ദ്രൻ. ബില്ലിലെ ഭേദഗതി കർഷക വിരുദ്ധമല്ലെന്നും കഴമ്പുള്ള വിമർശനമുണ്ടെങ്കിൽ മുൻവിധിയില്ലാതെ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറെന്നും വനം മന്ത്രി. SFIO അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും CMRL പണം നൽകിയത് അഴിമതി മറയ്ക്കാനെന്ന് SFIO അന്വേഷണത്തിനെതിരായ CMRLന്റെ ഹർജി നിലനിൽക്കില്ല. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് അന്തിമമല്ലെന്നും SFIO. നമ്മളിനി ശബരിമലയിലേക്കാണ് പോകുന്നത്. തീർത്ഥാടക തിരക്കേറി സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ 1 ലക്ഷം കടന്ന തീർത്ഥാടക തിരക്ക്. ഇന്നലെ 1,05,000 പേർ മല കയറി. ഇത് ആദ്യമായാണ് ഈ സീസണിൽ ഒരു ദിവസം ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം 1 ലക്ഷം കടക്കുന്നത്. ഇന്നും തിരക്ക് തുടരുകയാണ്. ജി ശ്രീജിത്ത് സന്നിധാനത്ത് നിന്നും വിവരങ്ങളുമായി ചേരും. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. സന്നിധാനത്താണ്, ശബരിമല ക്ഷേത്രത്തിന് തൊട്ട് മുൻപിലാണ് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇതാ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നു, തിരക്ക് കൂടുകയാണ്, ഓരോ ദിവസവും തിരക്ക് കൂടുകയാണ്. ഇനിയാണെങ്കിൽ വളരെ കുറച്ച് ദിവസം മാത്രമേ മണ്ഡല പൂജയ്ക്കുള്ളൂ. നാളെയാണെങ്കിൽ തങ്കയാങ്കി ഘോഷയാത്ര ശബരിമലയിലേക്ക് എത്തുകയാണ്. അങ്ങനെ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. ശബരിമലയിൽ തിരക്ക് കൂടുന്നു അല്ലേ രാവിലെ തന്നെ? രാവിലെയും തിരക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ തന്നെ തിരക്ക് ഇന്ന് രാവിലെയും തുടരുന്ന കാഴ്ച. 6 മണി വരെ മാത്രം 24,000-ൽ പരം ആളുകൾ സന്നിധാനത്ത് ദർശനത്തിനെത്തി. ഇന്നലെ 1,05,000-ഓളം ഭക്തരാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത് എന്ന് പറയുമ്പോൾ ഈ സീസണിലെ ഏറ്റവും വലിയ തിരക്കിലൂടെയാണ് സന്നിധാനം കടന്നു പോകുന്നത്. നമുക്ക് രാവിലെ തന്നെ തിരക്കുകളിലേക്ക് പോയാൽ തന്നെ കാണാൻ സാധിക്കും. ഈ 18-ാം പടിക്ക് താഴെയും 18-ാം പടി കയറി വന്നുള്ള ഫ്ലൈ ഓവറിലും ഏതാണ്ട് എല്ലായിടത്തും നല്ല തിരക്ക് തന്നെ തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഭവി നേരത്തെ പറഞ്ഞതുപോലെ നാളെയാണ് തങ്കയങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. ശബരിമല സന്നിധാനത്ത് നാളെ വൈകുന്നേരം നടക്കുന്ന ദീപാരാധന തൊടാൻ 10,000-ങ്ങൾ ലക്ഷങ്ങൾ ശബരിമല സന്നിധാനത്തേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. പ്രത്യേകിച്ച് വലിയ തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഒരല്പം നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ നിയന്ത്രണങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ നേരത്തെ തന്നെ നമുക്കറിയാം 70,000 സ്പോട്ട് ബുക്ക് ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉണ്ടായിരുന്നത്. 10,000 അധികം സ്പോട്ട് ബുക്കിംഗ് ആണ് എന്നുള്ള കണക്കുണ്ടെങ്കിൽ പോലും അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് ഭക്തരെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്നലെ തന്നെ ഏതാണ്ട് 30,000-ഓളം ഭക്തർ അധികമായി എത്തുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ കണക്ക് അങ്ങനെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. എന്തായാലും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ദർശനം നടത്തി ഭക്തർക്ക് മടങ്ങുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ അതിനുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നത്. പക്ഷെ തിരക്കുണ്ട്. ഈ പ്രതീക്ഷിച്ച ഈ സന്നിധാനത്തിന് ഉൾക്കൊള്ളുന്നതിനപ്പുറത്തേക്കുള്ള തിരക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷേ മരക്കൂട്ടം, പമ്പ അങ്ങനെ പലയിടത്തും വലിയ നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ് ഭക്തരെ ഇവിടേക്ക് കടത്തിവിടുന്നത്. ഭവ്യ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വലിയ തിരക്കാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ തങ്കയങ്ക ഘോഷയാത്ര നാളെ എത്തുമ്പോൾ ആ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ വലിയ ആഗ്രഹമായിരിക്കും ഭക്തർക്ക്. അപ്പോൾ നാളത്തേക്ക് ഇന്നലെയാണെങ്കിൽ 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ എത്തിയെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ 1 ലക്ഷത്തിലൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല അല്ലേ ശ്രീജിത്ത? നമുക്ക് അവിടെയുള്ള ഭക്തരുടെ പ്രതികരണത്തിലേക്കും പോകാം. ഭക്തരോട് സംസാരിക്കാമെന്ന് കരുതുന്നു. ഇവിടെ ചില ഭക്തർ മാത്രമാണ് സന്നിധാനത്തുള്ളത്. ചേട്ടാ, എപ്പോഴാ എത്തിയത്? ഇന്നലെ 4 മണിയായിരുന്നല്ലേ? 4 മണിയാക്കി. തൊഴുതോ? തൊഴുത്. നല്ല ദർശനം കിട്ടി. തിരക്ക് എവിടെ വരെ ഉണ്ടായിരുന്നു? ക്യൂ മറ്റേ മരക്കൂട്ടം കഴിഞ്ഞ് കുറെ നേരം നിൽക്കേണ്ടി വന്നോ? ഇല്ല, ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നില്ല. പിന്നെ വേറെ വന്ന്. എങ്ങനെയുണ്ടായിരുന്നു തിരക്ക്? തിരക്കുണ്ടായിരുന്നു. വലിയ തിരക്ക് കുറവൊന്നുമല്ല, തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ദർശനം നന്നായി നടന്നു. ദർശനം നന്നായി കിട്ടി. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ അതോ ഇന്ന് പോവാണോ? അല്ല, ഇന്ന് പോവും. ഇന്ന് ഇപ്പൊ മോന്റെ ചോറൂണുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പോവും. ചോറൂണിന് വന്നാണ്? ചോറൂണിന് വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നു. ഡ്യൂട്ടി ചെയ്യുന്നതാണ്? ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇവിടെ ചോറൂണ്ട് ആവശ്യത്തിനായിട്ട് വന്നതാണ്. ഇപ്പൊ വേറെ സ്ഥലത്തുനിന്ന് ഇപ്പൊ ലീവ് എടുത്തിട്ട് വന്നതാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട്.
ഏതിലെ ഡിപ്പാർട്ട്മെന്റാ? ഞാൻ RAF തന്നെയാണ്. ചോറുണ്ടോ? ചോറുണ്ണാൻ പോകുന്നുള്ളു. എന്തായാലും ഇവിടെ ഭവ്യ, അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. ഇന്നൊക്കെ വരുന്ന പല ഭക്തരും തിരിച്ചു പോകും. സാധാരണ മകരവിളക്ക് ദിവസമാണ് കൂടുതൽ ഭക്തർ അങ്ങനെ തമ്പടിക്കുന്നത്. അപ്പൊ നാളെയും മറ്റന്നാളുമൊക്കെ ഒരു 50,000 അല്ലെങ്കിൽ 60,000 ഭക്തരെ മാത്രം കടത്തിവിടുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡും പോലീസും കണക്ക് കൂട്ടിയിരിക്കുന്നത്. പക്ഷെ അതൊരു 1,00,000 വരെ ഒരു പക്ഷേ എത്തിയേക്കാം. സ്പോട്ട് ബുക്കിംഗ് 5,000 ആക്കി നിജപ്പെടുത്തിയിട്ടുമുള്ളത് ഈ ഒരു വലിയ തിരക്ക് ഒഴിവാക്കാൻ ഭക്തർക്കൊരു സന്ദേശം നൽകുകയാണ്. ഇവിടെ അത്രത്തോളം പ്രവേശനം ഉണ്ടാകില്ല എന്നുള്ളത്. വരുന്നവർ ഒരുപക്ഷെ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. കാരണം ഉത്സവമാണ്. പല ഘട്ടങ്ങളിൽ ഇപ്പോൾ തങ്കയങ്കി ഘോഷയാത്ര കടന്നു വരുന്ന സമയത്തൊക്കെ പാതകളിൽ തടസ്സങ്ങൾ ഉണ്ടാകും, പല പൂജകൾ നടക്കുന്ന സമയങ്ങളുണ്ടാകും. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു സന്ദേശം ഫലത്തിൽ നൽകുന്നത്. പക്ഷെ ഇവിടെ എത്തി തമ്പടിക്കുന്ന ഭക്തരെ സംബന്ധിച്ച് അതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ എന്തായാലും ഭവ്യ നേരത്തെ പറഞ്ഞ പോലെ 1,00,000 അപ്പുറത്തേക്കുള്ള കണക്ക് ഒരുപക്ഷെ ശബരിമലയിൽ എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ പരമാവധി നിയന്ത്രിക്കുക, അങ്ങനെ ഒരു തിക്കും തിരക്കും ഒഴിവാക്കുക, അതിനുള്ള ശ്രമങ്ങളാണ് ഉള്ളത്. എന്തായാലും മകരവിളക്കിന് വന്ന് തമ്പടിക്കുന്ന അത്രയും തീർത്ഥാടകർ തമ്പടിക്കാൻ സാധ്യതയില്ല. അന്ന് പർണശാലയൊക്കെ കിട്ടിയാണ് ഈ ശബരിമല സന്നിധാനത്ത് ഭക്തർ തങ്ങി കഴിയാറുള്ളത്. പക്ഷേ അങ്ങനെ ഒരു തിരക്കിലേക്ക് എത്താനുള്ള സാധ്യത വിരളമാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ തീർത്ഥാടന കാലത്തെ വലിയ തിരക്കിലേക്ക് തന്നെ ശബരിമല സന്നിധാനം നാളെയും മറ്റന്നാളും ഒക്കെ ആയി പോകുമെന്ന് ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, ഈ മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായി തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? മണ്ഡല പൂജയ്ക്ക് പൂർണ്ണമായും ഒരുങ്ങിയോ സന്നിധാനം? തീർച്ചയായും ദിവസങ്ങളായുള്ള ക്രമീകരണങ്ങളാണ് ശബരിമല സന്നിധാനത്ത് നടന്നത്. അതിന്റെ വിവിധ ആഘോഷ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ കർപ്പൂരാഴി ഉണ്ടായിരുന്നു. ഭക്തി സാന്ദ്രമായിരുന്നു കർപ്പൂരാഴി. ഇന്നലെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ഭാഗമായിരുന്നു വഴിപാടായാണ് കർപ്പൂരാഴി നടന്നത്. ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ഇവിടെ ഈ തീർത്ഥാടനകാലം സുഗമമായി നടന്നതിന് അയ്യപ്പന് ഒരു പ്രാർത്ഥന നൽകിക്കൊണ്ടാണ് ഈ കർപ്പൂരാഴി പരിപാടികൾ നടത്തി വരാറുള്ളത്. ഇപ്പോൾ എന്തായാലും ശബരിമലയിൽ ഉഷപൂജ നടക്കുകയാണ്. അതിനുശേഷം ശീവേലി ഉണ്ടാകും. തന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ക്ഷേത്രം വലം വെച്ച് അല്പസമയത്തിനുള്ളിൽ ഇതുവഴി കടന്നുപോകും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു. അതായത് ഇപ്പോൾ ഭക്തർക്ക് ദർശനമില്ല. ആ ദർശനം പൂർണ്ണമായും ഈ ബാരിക്കേഡ് കയർ കെട്ടി തടഞ്ഞിരിക്കുകയാണ്. ഇനി ശിവേലി കഴിഞ്ഞ ശേഷമായിരിക്കും ഭക്തരെ കടത്തിവിടുക. എന്തായാലും ഇന്ന് രാവിലെ 10 മണിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ADGP ഉൾപ്പെടെയുള്ളവർ, മന്ത്രി VN വാസവൻ നാളെ ശബരിമലയിൽ എത്തുന്നുണ്ട്. ADGP S ശ്രീജിത്ത് ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകും ഈ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്താൻ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ക്ഷേത്രത്തിൽ മറ്റന്നാൾ ഉച്ചയ്ക്ക് നടക്കുന്ന ഉഷപൂജയാണ് ഫലത്തിൽ ഈ മണ്ഡല പൂജയായി കണക്കാക്കുന്ന. അന്ന് രാത്രി ഹരിവരാസനത്തോടെ നട അടയ്ക്കുകയും ചെയ്യും. എന്തായാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ്. അത് നാളെ വൈകുന്നേരമാണ് ഉണ്ടാകുക. അതിനുശേഷം ഈ തങ്കയങ്കി ചാർത്തി തന്നെയായിരിക്കും, സർവാഭരണ വിഭൂഷിതനായിരിക്കും അയ്യപ്പൻ. ആ ദർശനത്തിന് വേണ്ടിയുള്ള ഭക്തരുടെ കാത്തിരിപ്പ് ഉണ്ടാകും. അത് മറ്റന്നാൾ രാവിലെയും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും മറ്റന്നാൾ രാത്രി നട അടയ്ക്കുന്നതുകൂടെ ഒരു മണ്ഡലകാലത്തിന് ശുഭ പര്യവസാനം വരികയാണ്. അതിനുവേണ്ടി ഏറ്റവും അവസാനത്തെ ക്രമീകരണങ്ങൾ, അവസാന നിമിഷവും വലിയ തിരക്കൊന്നും ഉണ്ടാകാതെ കാര്യങ്ങൾ നിയന്ത്രിച്ച് എത്തുന്ന ഭക്തർക്ക് സുഗമ ദർശനം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഈ ശബരിമല സന്നിധാനത്ത് തുടരുന്നത്. ഇപ്പോൾ എന്തായാലും ഉഷപൂജ തുടരുകയാണ്. മണ്ഡലകാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാം അല്ലേ ശ്രീജിത്ത്? തീർച്ചയായും ഭവ്യ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ താഴെ തട്ടിൽ തന്നെ പറഞ്ഞ് പരിഹരിച്ച് തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് ഇത്തവണത്തെ തീർത്ഥാടന കാലത്തിൽ എന്നുള്ളത് തന്നെ നമുക്ക് നിസ്സംശയം ഇവിടെ എത്തുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ കാണുന്ന കാര്യത്തിലൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പ്രശ്നങ്ങൾ തീരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല, പക്ഷെ അതിന് വളരെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ആ സമയങ്ങളിൽ എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നത്. പരാതിയുള്ളവരുണ്ടാകാം. ഇത്രയും വലിയൊരു കാനന ക്ഷേത്രമാണ്, പ്രത്യേകിച്ച് ഒരു ടൈഗർ റിസർവ് ആണ് പെരിയാർ ടൈഗർ റിസർവ്. അതിന്റെ കോർ ഏരിയയിലാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹൃദയഭാഗമാണ് എന്ന് തന്നെ ഏതാണ്ട് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത്
ഉണ്ടാകുന്ന സൗകര്യങ്ങൾ പരിമിതമാണ്. പക്ഷെ ആ സൗകര്യങ്ങൾ പരിമിതമായ സ്ഥലത്താണ് ഒരു അത്ഭുതം പോലെ ഏതാണ്ട് 1 ലക്ഷത്തോളം മനുഷ്യരിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാരും ദേവസ്വം ബോർഡും വിവിധ വകുപ്പുകളും പോലീസ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളും രാപ്പകലില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചില ആവേശം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ചില അമിത നിയന്ത്രണമൊക്കെ മൂലം കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃത്യമായ ഒരു ഒഴുക്കാണ്. അത് ഉണ്ടായിട്ടുണ്ട്. അതായത് ഭക്തർ കയറുന്നു ഇറങ്ങുന്നു, ആ ഒരു ഒഴുക്കുണ്ടായിട്ടുണ്ട്. അമിത നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടില്ല, അനാവശ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. ഫലത്തിൽ അങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെ പരിഹരിച്ച് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തവണത്തെ തീർത്ഥാടന കാലത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ എത്തിയ പ്രതിപക്ഷത്തെ നേതാക്കളടക്കം ചൂണ്ടിക്കാണിച്ചതും അതാണ്. എന്തായാലും വളരെ വേഗത്തിൽ മാസ്റ്റർ പ്ലാനിലേക്കൊക്കെ കടക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷത്തുള്ളവരും ഒക്കെ ആവശ്യപ്പെടുന്നത്. അതോടുകൂടി കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകും, കൂടുതൽ ക്രമീകരണങ്ങൾ ഉണ്ടാകും. എന്തായാലും ഏതാണ്ട് ഇതുവരെ ഉള്ള ഈ സംസാരിക്കുന്ന നിമിഷം വരെ കാര്യമായ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ അവസാനിക്കുന്നൊരു മണ്ഡലകാലത്തിനാണ് ശബരിമല സന്നിധാനം സാക്ഷിയാകുന്നത്. സാധാരണയുണ്ടല്ലോ ഈ ലക്ഷക്കണക്കിന് ഭക്തരൊക്കെ ഒരു നോക്ക് അയ്യപ്പനെ കാണാനാണ് ഇങ്ങനെ വ്രതമെടുത്തൊക്കെ സന്നിധാനത്തേക്ക് എത്തുന്നത്. പക്ഷേ ശ്രീജിത്ത് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ജോലിയുടെ ഭാഗമായിട്ട് സന്നിധാനത്തുണ്ട്. ഒരുപാട് നല്ല റിപ്പോർട്ടുകൾ നമ്മുടെ പ്രേക്ഷകർക്കായി അവിടെ നിന്ന് ചെയ്തിട്ടുമുണ്ട്. ശ്രീജിത്തിന് ഉള്ളൊരു അനുഭവം ചെറിയ വാക്കിൽ പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും ശബരിമലയിൽ ഇത്ര ദിവസം ശബരിമലയിൽ നിന്നൊരാളെന്ന നിലയിൽ? ഭവ്യ, ശബരിമല ഒരു അനുഭവം തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ, വാക്കുകളിൽ കൂടി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു എന്താ പറയുക, അങ്ങനെ ഒരു അനുഭവം തന്നെയാണ് ശബരിമല. പ്രത്യേകിച്ച് അത്രയധികം കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തുന്ന തീർത്ഥാടകരൊക്കെയും ദർശനം നടത്തി മടങ്ങുന്നത്. അങ്ങനെ അവരുടെ ഒരു ഭക്തി, അത് ഭക്തിയിൽ യുക്തിയുണ്ടോ അല്ലെങ്കിൽ അത് ശരിയുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് മറ്റൊന്നാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ മനുഷ്യരെല്ലാവരും അത്രയധികം കഷ്ടപ്പെട്ട് വന്ന് തീർത്ഥാടനം നടത്തുന്ന ഒരു കാഴ്ച തന്നെ അത് അത്ഭുതകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയധികം വലിയ ത്യാഗങ്ങൾ സഹിച്ചാണ്, പ്രത്യേകിച്ച് മലയാളികൾക്കപ്പുറത്തേക്ക് മറ്റു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെ എത്തി നടത്തുന്ന അവരുടെ എത്രയോ ദിവസങ്ങൾ യാത്ര ചെയ്ത് കാൽനടയായി വന്ന് അവരുടെ ഒരു ആത്മസമർപ്പണം നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ആ കാഴ്ച തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സന്ദേശം, ഇവിടുത്തെ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം. അതേപോലെ തന്നെയാണ് ഇവിടെ ജോലിയെടുക്കുന്ന, ഇതിനുവേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്ന മറ്റു ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും ഉണ്ട്. അവരുടെയൊക്കെ ഒരുപാട് വലിയ ഉറക്കം കളഞ്ഞുള്ള വലിയ ശ്രമങ്ങൾ ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വലിയൊരു കൂട്ടായ്മയാണ് ശബരിമല. ഈ പറഞ്ഞതുപോലെ മനുഷ്യരിങ്ങനെ വന്നു പോകുന്ന ഒരു ഒഴുക്ക് ഒരു സമയത്ത് നിലയ്ക്ക് എത്ര സമയം, ഇപ്പോൾ വളരെ ചുരുങ്ങിയ സമയമാണ് നട അടച്ച് തീർത്ഥാടനം, അതായത് പുലർച്ചെ 2-3 മണിക്ക് തുടങ്ങുകയാണ്, രാത്രി 1 മണിക്ക് അടയ്ക്കുന്ന നട. അങ്ങനെ വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത്. അങ്ങനെ ഒരു ഫ്ലോ ഉള്ള ഒരു സ്ഥലം, അതിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശബരിമലയിൽ അത്ഭുതകരമായി സംഭവിക്കുന്നുണ്ട് ഭവ്യ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും നല്ല കുറേ അനുഭവമാണ് ശ്രീജിത്തിന് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മണ്ഡലകാലം കഴിയാൻ പോവുകയാണ്. ഒരു വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നുമില്ലാത്തൊരു മണ്ഡലകാലത്തിനാണ് ഈ വർഷം സാക്ഷ്യം വഹിച്ചതെന്ന കാര്യം വളരെ സന്തോഷമുള്ള ഒന്നുകൂടിയാണ്. തീർത്ഥാടക പ്രവാഹം തുടരുകയാണ് ശബരിമലയിൽ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മറ്റു വാർത്തയിലേക്ക്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ആരോഗ്യവകുപ്പിലെ ജീവനക്കാർക്കെതിരെ നടപടി. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ 373 ജീവനക്കാർക്കെതിരെയാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി. 18% പിഴ പലിശ സഹിതം ഇവരിൽ നിന്ന് ഈടാക്കും. ക്രമക്കേട് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയും സ്വീകരിക്കും. ബി വിനോദ ചേർന്ന വിവരങ്ങളുമായി. വിനോദ, എന്തുകൊണ്ടും നടപടി ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. നടപടി വരുമെന്ന് പറയുന്നതല്ല, നടപടിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു അല്ലേ? ഭവ്യ, അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സംഭവത്തിൽ കൂടുതൽ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ 373 ജീവനക്കാർക്കെതിരെ നടപടി എടുത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. അനധികൃതമായി കൈപ്പറ്റിയ പണം 18% പലിശയോടെ തിരിച്ചുപിടിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടിയെടുക്കുന്ന 3ാമത്തെ വകുപ്പാണ് ആരോഗ്യവകുപ്പ്. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയെന്ന് ധനവകുപ്പ് കണ്ടെത്തിയ 1458 സർക്കാർ ജീവനക്കാരിലേറെയും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളിലാണ്. പേര് സഹിതമാണ് 373 പേരുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പട്ടികയിൽ അറ്റൻഡർമാരും ക്ലർക്കും അതോടൊപ്പം തന്നെ നഴ്സിംഗ് അസിസ്റ്റന്റുകൾ തുടങ്ങിയവരുമുണ്ട്. ഇവരെ നേരിട്ട് സസ്പെൻഡ് ചെയ്യേണ്ട എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. പിഴയോടുകൂടി പണം തിരിച്ചു പിടിക്കുമെന്ന്
കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവിൽ പറയുന്നുണ്ട് ഇവർക്കെതിരെ വകുപ്പ് തല നടപടിയും വൈകാതെ ഉണ്ടാകും. നേരത്തെ മണ്ണ് സംരക്ഷണ വകുപ്പും പൊതുഭരണ വകുപ്പുമാണ് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടിയെടുത്തത്. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ പൊതുഭരണ വകുപ്പിലെ 6 പാർട്ട് ടൈം സ്വീപ്പർമാർ പെൻഷൻ തുക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. ഇവർക്കും 18% പലിശയാണ് ചുമത്തുന്നത്. 22,600 രൂപ മുതൽ 86,000 രൂപ വരെ ഇവർ തിരിച്ചടക്കേണ്ടി വരും. ഇവരെയും പിരിച്ചുവിടണമെന്നാണ് പൊതുഭരണ വകുപ്പ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം ശുപാർശ ചെയ്തതെങ്കിലും പണം തിരിച്ചുപിടിച്ച ശേഷം കൂടുതൽ നടപടിയിലേക്ക് പോകാമെന്നാണ് സർക്കാർ തീരുമാനം. ഭവ്യ, അതാണ് സാഹചര്യം. എന്തായാലും വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടി ഉണ്ടാകും. തെരുവ് നായ ശല്യം രൂക്ഷമായതോടെ ഒറ്റയാൾ പോരാട്ടവുമായി കൊല്ലം തേവലക്കര സ്വദേശി നജീം കുളങ്ങര. നായയുടെ വേഷം കെട്ടി വീൽ ചെയർ ഉന്തി കാൽനടയായിട്ടാണ് നജീമിന്റെ പ്രതിഷേധം. മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെയാണ് സഞ്ചാരം. ആ വേറിട്ട പ്രതിഷേധമൊന്ന് കാണാം. കൊല്ലം തേവലക്കര സ്വദേശിയായ നജീം കഴിഞ്ഞ കേരളപ്പിറവി ദിനത്തിലാണ് സമരത്തിനിറങ്ങിയത്. മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെ നായയുടെ വേഷം കെട്ടി വീൽ ചെയർ ഉന്തി കാൽനടയായിട്ടാണ് ഇദ്ദേഹത്തിന്റെ സഞ്ചാരം. ഇപ്പോൾ 800 കിലോമീറ്ററോളം സഞ്ചാരം പൂർത്തിയാക്കി തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു. തെരുവുനായ്ക്കൾ വരുത്തിവെച്ച അപകടങ്ങളും കടിയേറ്റ ഇരകളുടെ ഫോട്ടോകളും ഫ്ലക്സുകളും വീൽ ചെയറിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തെരുവുനായ്ക്കളെ ശാസ്ത്രീയമായി വന്ധ്യീകരണം നടത്തുക, നായ്ക്കൾക്ക് സംസ്ഥാനത്തുടനീളം ഷെൽട്ടർ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നജീമിന്റെ പോരാട്ടം. യാത്രയിൽ പഞ്ചായത്തുകൾ കയറിയിറങ്ങി പരാതികളും സമർപ്പിക്കുന്നുണ്ട്. തെരുവുനായ് ശല്യ പരിഹാരത്തിനായി പൊതുജനങ്ങൾ ഒപ്പിട്ട പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറും. കൂലിപ്പണിക്കാരനായ നജീം യാത്രയിൽ വിശ്രമിക്കുന്നതും ഉറങ്ങുന്നതും പെട്രോൾ പമ്പുകളിലും കടത്തിണ്ണകളിലുമാണ്. സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ എന്നാണ് യാത്രയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നജീമിന്റെ മറുപടി. നജീമിന്റെ പോരാട്ടത്തിന് ഭാര്യ സലീനയുടെയും മക്കളായ ഷാനുവിന്റെയും ഫാത്തുമയുടെയും പിന്തുണയുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വ്യത്യസ്തമായ ഒരു പ്രതിഷേധമല്ലേ. എന്തായാലും തെരുവുനായ ശല്യം എല്ലായിടത്തും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിലൊക്കെ വലിയ തരത്തിൽ ബാധിക്കുകയാണ്. തെരുവുനായകളെ കൊണ്ട് പൊറുതിമുട്ടിയൊരു ജനതയെ നമ്മൾ കഴിഞ്ഞ തവണ കൊച്ചിയിൽ കാണേണ്ട സാഹചര്യമുണ്ട്. കാരണം ഒരു പ്രദേശത്ത് 13-ലധികം ആളുകളെ തെരുവുനായ കടിക്കുന്ന സാഹചര്യം. അങ്ങനെ എല്ലായിടത്തും ഈ പ്രശ്നമുണ്ട്. അധികൃതർ ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ടായിരുന്നു. എന്തായാലും അധികൃതരുടെ കണ്ണു തുറപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഒരു പക്ഷേ യുവാവിന് ഉണ്ടാകും. എന്തായാലും വേറിട്ട പ്രതിഷേധം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഭക്ഷ്യവിഷബാധയെ ചൊല്ലി അർദ്ധരാത്രി വരെ നീണ്ട പ്രതിഷേധത്തിന് ഒടുവിൽ എറണാകുളം കാക്കനാട്ടെ NCC ക്യാമ്പ് പിരിച്ചുവിട്ടു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 70-ലധികം വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് ക്യാമ്പ് അവസാനിപ്പിച്ചത്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് അർദ്ധരാത്രി വരെ നീണ്ട പ്രതിഷേധത്തിന് ഒടുവിൽ എറണാകുളം കാക്കനാട്ടെ NCC ക്യാമ്പ് പിരിച്ചുവിട്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 70-ലധികം വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് ക്യാമ്പ് അവസാനിപ്പിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. DMO റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. വലിയ പ്രതിഷേധമായിരുന്നു ഇന്നലെ ഉണ്ടായത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേർന്നു. നവമി, ആദ്യം അറിയേണ്ടത് ഈ വിഷബാധയേറ്റ വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണല്ലോ അല്ലേ? 300-ഓളം പേരുണ്ടായിരുന്നു. ഭവ്യ, വിദ്യാർത്ഥികൾക്കെല്ലാം ആരോഗ്യനില തൃപ്തികരമാണ്. അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. തുടക്കത്തിൽ 70ഓളം വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഛർദിലും വയറിളക്കവുമായിട്ടാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് രാത്രിയോടുകൂടി ഏകദേശം പകുതി കുട്ടികളും വീട്ടിലേക്ക് മടങ്ങി. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നിർജ്ജലീകരണം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും ആശുപത്രികളിൽ 16 കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കോളേജിന് മുന്നിലാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് മാധ്യമങ്ങളെല്ലാം പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. NCCയുടെ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അധികൃതരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇവിടെ നിന്ന് നമ്മളെ പുറത്തേക്ക്, മാധ്യമങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ല, അവരെ പുറത്തിറക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് ഈ ചെറിയൊരു പ്രശ്നത്തെ മാധ്യമങ്ങളാണ് ഇത്ര വലിയ ഒരു സംഭവമാക്കി മാറ്റിയത്, അതുകൊണ്ട് ഇനി പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇക്കാര്യങ്ങൾ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെയാണ് മാധ്യമങ്ങളെ ഇക്കാര്യം വിളിച്ചറിയിക്കുകയും പിന്നീട്
നമ്മളിവിടേക്ക് എത്തുകയും ചെയ്തത്. ഇവിടെ കുട്ടികളെ എല്ലാവരെയും തന്നെ ഇന്നലെ രാത്രിയോടുകൂടി ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ പ്രശ്നമായി, മാതാപിതാക്കളൊക്കെ ഇവിടെ എത്തി വലിയ പ്രശ്നമായതിനെ തുടർന്ന് വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് ഇന്നലെ തന്നെ ക്യാമ്പ് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ആരോഗ്യവകുപ്പ് ഇവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. കുട്ടികൾ പറയുന്നത് ഈ മോരിൽ നിന്നും ഉണ്ടായ ഒരു ഇന്നലെ ഉച്ചയ്ക്ക് ആഹാരം കൊടുത്തതിൽ മോര്, അത് പഴകിയ മോരായിരുന്നു, അവിടെ നിന്ന് ലഭിച്ച ആ ആഹാരം കഴിച്ച ആ മോര് കഴിച്ചതിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ദേഹാസ്വസ്ഥ്യവും വയറിളക്കവും ഛർദിലും ഒക്കെ ഉണ്ടായതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അധ്യാപകരോട് ഇക്കാര്യം പറയുന്ന ഈ NCC ഈ ക്യാമ്പിൽ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. പിന്നീട് ഇവരെ ഒരു ആംബുലൻസ് പോലും, കൃത്യമായ ആംബുലൻസ് പോലും കൊണ്ടുവിടാതെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വാഹനത്തിൽ കയറ്റിയായിരുന്നു കുട്ടികളെ എല്ലാവരെയും കുത്തി നിറച്ച് വാഹനത്തിൽ കയറ്റിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പിന്നീട് ഇവരുടെ മാതാപിതാക്കളെ പല കുട്ടികളും വിളിച്ച് ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. മാതാപിതാക്കൾ ഇവിടെ എത്തിയെങ്കിലും ഇവരെ മറ്റു കുട്ടികളെ, തങ്ങളുടെ കുട്ടികളുണ്ടോ എന്ന് അന്വേഷിച്ചു വരുമ്പോൾ ഉള്ളിലേക്ക് കടക്കാൻ സമ്മതിച്ചിരുന്നില്ല. ഗേറ്റ് പൂട്ടിയിട്ടിരുന്ന അവസ്ഥയായിരുന്നു. എന്തായാലും പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുകയും നാട്ടുകാരൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. പിന്നീടാണ് ഗേറ്റ് തുറന്ന് കുട്ടികളെ കാണാനുള്ള ഒരു അവസരം മാതാപിതാക്കൾക്ക് ഒരുക്കി നൽകിയത്. അപ്പോൾ തന്നെ സംഭവ സമയത്ത് തന്നെ ഉമാ തോമസ് MLA അടക്കമുള്ളവരിവിടെ എത്തുകയും കുട്ടികളെ, ഇവിടെ ബാക്കിയുള്ള കുട്ടികളെ ഒരു നിരീക്ഷണത്തിൽ വെക്കണം, നിരീക്ഷണത്തിന് ശേഷം മാത്രമായിരിക്കും രാവിലെയോടുകൂടി നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് രാവിലെയോടുകൂടി തന്നെ കുട്ടികൾ എല്ലാവരും പോയിട്ടുണ്ട്. ഏകദേശം 500-ലധികം കുട്ടികൾ ഉണ്ടായ പങ്കെടുത്ത ഒരു NCC ക്യാമ്പാണ്. അതിൽ 10 ദിവസത്തെ ക്യാമ്പാണ്. 29-ാം തീയതിയാണ് ഈ ക്യാമ്പ് അവസാനിക്കേണ്ടത്. ഇതുവരെയുള്ള ദിവസങ്ങളിലെല്ലാം, ഈ 19-ാം തീയതി തുടങ്ങിയ ക്യാമ്പാണ്, ഇതുവരെയുള്ള ദിവസങ്ങളിലെല്ലാം നന്നായി തന്നെയായിരുന്നു പോയത്. പക്ഷേ ഇന്നലെ ഇവിടെ വിതരണം ചെയ്ത ആഹാരത്തിൽ നിന്നാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നുകൂടി വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും കുട്ടികൾ എല്ലാവരും തന്നെ ഇന്നലെ രാത്രിയോടുകൂടും ഇന്നും പുലർച്ചയോടുകൂടിയും ക്യാമ്പിൽ നിന്ന് പോയിട്ടുണ്ട്. ക്യാമ്പ് എന്തായാലും ബാക്കിയുള്ള ദിവസങ്ങൾ എന്തായാലും താൽക്കാലികമായി പിരിച്ചുവിട്ടിരിക്കുകയാണ്. പക്ഷെ അധികൃതരാരും ഇതുവരേക്കും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതെന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആരോഗ്യ വകുപ്പ് ഇന്നലെ ഇവിടെ എത്തി വെള്ളത്തിന്റെയും ആഹാരത്തിന്റെയും ഒക്കെ സാമ്പിൾ ശേഖരിച്ചു പോയിട്ടുണ്ട്. അതിന്റെ ഒരു പരിശോധനാ ഫലം വന്നാൽ ശേഷം മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. അശ്വതി. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. റെയിൽ പാളത്തിലൂടെ നടക്കുന്നതിനിടെ എത്തിയ ട്രെയിനിൽ നിന്ന് മധ്യവയസ്കന്റെ അത്ഭുതകരമായ രക്ഷപ്പെടൽ. കണ്ണൂർ പന്നേൻപാറയിലാണ് സംഭവം. ട്രെയിൻ വന്നപ്പോൾ ട്രാക്കിന്റെ മധ്യഭാഗത്ത് കിടന്നാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. പോലീസും RPFും അന്വേഷണം ആരംഭിച്ചു. ശ്വാസം അടക്കി പിടിച്ചല്ലാതെ ഈ ഒരു ദൃശ്യം കാണാൻ സാധിക്കില്ല അല്ലേ? കാരണം അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്നുള്ള വാക്കൊന്നും മതിയാകില്ല. കാരണം അത്രമാത്രം നമ്മളൊന്നും ഒരുപക്ഷെ സിനിമകളിലൊക്കെ ഇത്തരം രംഗങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലുള്ള ആ ഒരു സംഭവമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹം ആ ഒരു മനസാന്നിധ്യം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കാരണം ട്രെയിനിൻ്റെ നടുക്ക് കിടക്കുകയാണ്, ആ റെയിൽപാളത്തിൻ്റെ നടുക്ക് കിടക്കുകയാണ്, ജീവൻ കയ്യിൽ പിടിച്ച് കിടക്കുക എന്നൊക്കെ പറയലേ ഉള്ളൂ. ഒരു ട്രെയിൻ മുഴുവൻ കടന്നു പോകുന്നവരെയാണ് അദ്ദേഹം കിടന്നത്. എന്തായാലും അത്ഭുതകരമായ രക്ഷപ്പെടൽ അല്ലേ? വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. ആ ഒരു ദൃശ്യത്തിന് എന്ത് പറയണമെന്നറിയാത്തൊരു സാഹചര്യം. എന്തായാലും അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുകയാണ്. കോഴിക്കോട് വടകരയിൽ നിർത്തിയിട്ടിരുന്ന കാരവാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 2 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന്. AC-യിൽ നിന്നുള്ള വാതകം ശ്വസിച്ചതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാരവാൻ ടൂറിസം കമ്പനിയിലെ ജീവനക്കാരായ മനോജ്, ജോയൽ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. MS അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, ഈ മരണത്തിന്റെ കാരണം എന്താണെന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്, എന്താണ് വിശദാംശങ്ങൾ?
പോലീസ് ഇപ്പോഴും സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ വിദഗ്ധ സംഘം, പ്രത്യേകിച്ചും ഫോറൻസിക് സ്ക്വാഡും ഒപ്പം ഡോഗ് സ്ക്വാഡും അടക്കമുള്ള ആളുകളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ കാരവാനിൽ ഇപ്പോൾ കയറി പരിശോധനകൾ നടത്തുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് കരിമനപ്പാലം KTDCയുടെ ഉടമസ്ഥയിലുള്ള ആഹാർ റെസ്റ്റോറന്റിന് എതിർവശത്തായി നിർത്തിയിട്ട കാരവാനുള്ളിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാണിയമ്പലം മലപ്പുറം പരിയാരത്ത് വീട്ടിൽ മനോജ് കുമാർ, കണ്ണൂർ നെടുഞ്ചാലിൽ പാറശ്ശേരി വീട്ടിൽ ജോയൽ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാത്രി മുതൽ ഈ വാഹനം ഇവിടെ നിർത്തിയിട്ട നിലയിൽ ആയിരുന്നു. ഇത് ഏറെ നേരമായി അല്ലെങ്കിൽ മണിക്കൂറുകളായി ഈ വാഹനം ഇവിടെ നിർത്തിയിട്ട നിലയിൽ തന്നെ കണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാരിവിടെ ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ പരിശോധന നടത്തിയത്. അപ്പോഴാണ് ഡോറിന് സമീപത്തായി ഒരാൾ കിടക്കുന്ന നിലയിലും വാഹനത്തിന്റെ ബർത്തിൽ മറ്റൊരാൾ മരിച്ച നിലയിലും കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ആദ്യം വലിയ ആശങ്കകളാണ് ഉയർത്തിയത്. കാരവാനാണ് കിടക്കുന്നത്, എന്താണ് സംഭവിച്ചെന്നൊരു ധാരണ പോലും ആളുകൾക്ക് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് 2 പേരുടെ മൃതദേഹം ലഭിക്കുകയും ഇത് ഒരുപക്ഷെ വാഹനം ഭക്ഷണം കഴിക്കാനായി നിർത്തിയിട്ട ശേഷം വന്ന് വിശ്രമിക്കുകയോ മറ്റോ ചെയ്തപ്പോൾ ഈ വാഹനത്തിന്റെ AC ലീക്കാവുകയും അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് രൂപപ്പെടുകയും ചെയ്ത് ഒരു മരണത്തിലേക്ക് അല്ലെങ്കിൽ അപകടത്തിലേക്ക് നയിച്ചതെന്ന ഒരു സാധ്യതയാണുള്ളത്. പൂർണ്ണമായും ഗ്ലാസുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഗ്ലാസുകളാണ് പുറത്തേക്കുള്ള വഴികളായി ഉള്ളത്. മറ്റു വായു കടക്കാനുള്ള മറ്റു സങ്കേതങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അത്തരത്തിൽ വായുസഞ്ചാരം നിലച്ചതാവും ഇത്തരമൊരു അപകടത്തിന് കാരണമായി എന്നതാണ് ഇപ്പോൾ ഉള്ള കണക്കൂട്ടൽ. അകത്ത് കിടന്നുറങ്ങിയ ആളുകൾ ഒരുപക്ഷെ മരണോപ്രാളം മൂലം പുറത്തേക്ക് വന്നപ്പോഴാണ് വാഹനത്തിന്റെ ഈ പടിക്ക് അരികിൽ എത്തിയിരിക്കുന്നതെന്ന ഒരു കണക്കൂട്ടലുമുണ്ട്. ഏതായാലും ഈ കാരവാൻ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫ്രീലാൻഡ് ഗ്രൂപ്പ് ഓഫ് ലോജിസ്റ്റിക്സ് എന്ന കമ്പനി, മലപ്പുറം ആസ്ഥാനമായുള്ള കമ്പനിയുടെ ഉടമസ്ഥയിലുള്ളതാണ് ഈ വാഹനം. കണ്ണൂരിൽ തലശ്ശേരിയിൽ ഒരു വിവാഹ പാർട്ടിയെ ഇറക്കി തിരിച്ചു പോകുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ വടകരയിൽ എത്തിയപ്പോൾ വിശ്രമത്തിനായി ഈ റെസ്റ്റോറൻറ്റ് സമീപം നിർത്തുകയും പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഒരുപക്ഷെ വിശ്രമിക്കാനായി വാഹനത്തിൽ രാത്രി തങ്ങുകയും ചെയ്ത അതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മരിച്ചവരുടെ ബന്ധുക്കളെയും വാഹനത്തിൻ്റെ ഉടമസ്ഥരെയും അടക്കമുള്ളവരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ ബന്ധുക്കളൊക്കെ സ്ഥലത്ത് എത്തി അവർ അകത്തേക്ക് പ്രവേശിച്ചു. നമുക്ക് കാണാം, ഈ തുണി കെട്ടി മറച്ചതിനകമാണ് പോലീസിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നത്. അവിടെ ഉള്ളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉണ്ട്. ഫോറൻസിക് വിദഗ്ധർ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. എന്തായാലും പ്രാഥമികമായുള്ള നിഗമനം ഇത്തരത്തിലൊരു വാതക ചോർച്ച ഉണ്ടായതാവാം അപകടത്തിന് കാരണമെന്നാണ്. മറ്റു ദുരൂഹമായ സാഹചര്യങ്ങളൊന്നും നിലവിൽ ഇവിടെ ഇല്ല. കാരണം ഈ ദേശീയപാതയുടെ ഓരത്ത് റെസ്റ്റോറൻറ്റ്, KTDC റെസ്റ്റോറൻറ്റിൻ്റെ നേരെ എതിർവശത്തായാണ് ഇത്തരത്തിൽ നിർത്തിയിട്ടിരിക്കുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ശരി, MS ഹരീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വന നിയമ ഭേദഗതി മാറ്റത്തിനൊരുങ്ങി വനം വകുപ്പ്. എതിർപ്പുയർന്ന വ്യവസ്ഥകളിൽ തിരുത്തു പരിഗണനയിൽ 31-ന് തീരുന്ന ഹിയറിംഗിന് ശേഷം മാറ്റങ്ങൾ വരുത്തും. VV വിനോദ വിവരങ്ങളുമായി ചേരും. വിനോദ, ഈ വന നിയമ ഭേദഗതിയിൽ മാറ്റത്തിനൊരുങ്ങുകയാണ് വനംവകുപ്പ് എന്ന് മനസ്സിലാക്കുന്നു. വലിയ ആശങ്കയുണ്ടായിരുന്നു മലയോര ജനതയ്ക്ക്. അത് മാത്രമല്ല, ഇടതുമുന്നണിയിലടക്കം ഈ വിഷയത്തിലുള്ള ഭിന്നത നമ്മൾ കണ്ടതാണ്. എന്ത് മാറ്റമാണ് പ്രതീക്ഷിക്കേണ്ടത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, ഇടതുമുന്നണിയിൽ തന്നെ കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ് ഈ ഭേദഗതി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. മലയോര കർഷകരെയും മലയോര ജനതയെയും സർക്കാരിനെ എതിരാക്കാത്ത തരത്തിലുള്ള നടപടികളിലേക്ക് പോകണം എന്ന പൊതുവികാരമാണ് പൊതുവിൽ LDF-ലുള്ളത്. കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് M നേതാക്കൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് കേരള കോൺഗ്രസ് M ആണ്. വനം മന്ത്രിയാകട്ടെ കഴിഞ്ഞ ദിവസവും ഭേദഗതിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇത് കർഷകർക്ക് സംരക്ഷണമാകുന്ന തരത്തിലാണ് ഭേദഗതി എന്ന കാര്യമാണ് ഉയർത്തുന്നത്. പക്ഷേ കൃഷിഭൂമി ഉൾപ്പെടെ ബഫർ സോണിലേക്ക് പോകുമോ, വനമേഖലയായി പ്രഖ്യാപിക്കപ്പെടും എന്നതടക്കമുള്ള ആശങ്കയാണ് കേരള കോൺഗ്രസ് പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല, ബീറ്റ് ഓഫീസർക്ക് റേഞ്ച് ഓഫീസർമാരുടെ അടക്കം അധികാരം നൽകുന്നത്, അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉൾപ്പെടെ നൽകുന്നത് അമിതാധികാരത്തിന്റെ പ്രയോഗത്തിന് ഇടവരുത്തും എന്ന ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വന്യജീവികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആളുകൾക്കെതിരെ നടപടി, അത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം എന്ന കാര്യം കൂടി കേരള കോൺഗ്രസ് പറയുന്നുണ്ട്. ഭവ്യ, ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്.
ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് CEO ഷുഹൈബിനെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിക്കും. കേസ് അട്ടിമറിക്കാൻ നീക്കം നടത്തുന്നുവെന്ന ആരോപണം ശക്തമായിരിക്കെയാണ് ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം MS സൊല്യൂഷൻസിൽ നടത്തിയ റെയ്ഡിൽ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പിടിച്ചെടുത്തിരുന്നു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ, കൂടുതൽ വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് മുൻകൂർ ജാമ്യം തേടി ഷുഹൈബ് കോടതിയെ സമീപിച്ചത്. താൻ ഇത്തരത്തിൽ ഈ ആരോപിക്കപ്പെടുന്ന പോലെയുള്ള ചോദ്യപേപ്പർ ചോർച്ച നടത്തിയിട്ടില്ല. താൻ യാദൃശ്ചികമായി നടത്തിയ പ്രവചനങ്ങൾ, ഒപ്പം മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ യൂട്യൂബ് ചാനലുകളിൽ വന്ന ചോദ്യപേപ്പറുകൾ സമാഹരിച്ച് അതിലൊരു അവലോകനം നടത്തിയുള്ള ഒരു പ്രഡിക്ഷൻ, അതായത് പ്രവചനം മാത്രമാണ് നടത്തിയതെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും പറയുന്നു. പരീക്ഷകളിൽ പലതിലും വന്നിരിക്കുന്ന ചോദ്യം സമാന രീതിയിലല്ല വന്നിരിക്കുന്നത് എന്ന കാര്യവും പറയുന്നു. എന്തായാലും ഹർജി ഇന്ന് പരിഗണിക്കാനായി മാറ്റുകയാണ് ചെയ്തത്. ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ പോലീസ് റിപ്പോർട്ട് നേടും. ക്രൈംബ്രാഞ്ച് അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണത്തിന്റെ വിശദമായ റിപ്പോർട്ട് കോടതിയിൽ നൽകുകയും ഈ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർക്കുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രതിയുടെ സ്ഥാപനത്തിൽ MS സൊല്യൂഷൻസ്, കൊടുവള്ളിയിലെ MS സൊല്യൂഷൻസിൽ റെയ്ഡ് നടത്തിയിരുന്നു. ലാപ്ടോപ്പ് അടക്കമുള്ള സാമഗ്രികൾ, തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് ഈ കേസിന്റെ മുന്നോട്ട് പോക്കിന് അനിവാര്യമെന്ന് തന്നെയാവും ക്രൈംബ്രാഞ്ച് കോടതിയിൽ പറയാനുള്ള സാധ്യതകൾ. പക്ഷേ മറുവശത്ത് ഈ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന ഒരു ആരോപണം ഉയരുന്നു. തെളിവുകൾ പൂർണ്ണമായും സമാഹരിക്കാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ ക്രൈംബ്രാഞ്ച് ഒത്തുകളിക്കുന്നുവെന്ന ആരോപണം ഉയരുന്നതിനിടയിൽ കൂടിയാണ് ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളിനി പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ ഡേയിലേക്കാണ്. ഇന്ന് മഹിമ കിഷോറിന്റെ വിവാഹമാണ്. ഇന്നലെയായിരുന്നു വിവാഹം. രണ്ടുപേർക്കും വിവാഹ ആശംസകൾ. മക്കാട് തെക്കതിൽ കുടുംബത്തിന്റെ ആശംസകൾ കൂടി പറയുകയാണ്. ഒപ്പം ന്യൂസ് 18ന്റെ ആശംസകൾ. കുടുംബജീവിതം അടിപൊളിയാവട്ടെ. നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ്. ആ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. ഒരിടവേള. വനനിയമ ഭേദഗതിയിൽ ആശങ്കകൾ പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന് ജോസ് കെ മാണി MP. കേരള കോൺഗ്രസ് എം നേതാക്കൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കർഷകർ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചെന്ന് ജോസ് കെ മാണി. വനം മന്ത്രിയെ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാമെന്നും ജോസ് കെ മാണി. വനനിയമ ഭേദഗതിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിഷപ്പ് മാർ റെമിജിയോ സിഞ്ചനാനിയിൽ. വനനിയമ ഭേദഗതി പിൻവലിച്ചേ മതിയാകൂ. നിയമസഭയിൽ പാസ്സാകുമെന്ന് കരുതുന്നില്ല. വനമന്ത്രിക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ല. അടിയന്തരാവസ്ഥ കാലത്തെ പോലെയുള്ള നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുമെന്നും ബിഷപ്പ്. വനനിയമ ഭേദഗതിയിൽ കേരള കോൺഗ്രസ് നേതാക്കൾ റോഷി അഗസ്റ്റിനെ തള്ളിപ്പറയുമോ എന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കേരള കോൺഗ്രസ് കുറച്ചുകൂടി പക്വത കാട്ടണമായിരുന്നു. പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ മലയോര മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള ശ്രമം മതമേലധ്യക്ഷന്മാരിൽ നിന്ന് കുറച്ചുകൂടി പക്വത പ്രതീക്ഷിക്കുന്നതായും AK ശശീന്ദ്രൻ. ബില്ലിലെ ഭേദഗതി കർഷക വിരുദ്ധമല്ലെന്നും കഴമ്പുള്ള വിമർശനമുണ്ടെങ്കിൽ മുൻവിധിയില്ലാതെ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറെന്നും വനമന്ത്രി. SFIO അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും CMRL പണം നൽകിയത് അഴിമതി മറയ്ക്കാനെന്ന് SFIO. അന്വേഷണത്തിനെതിരായ CMRLന്റെ ഹർജി നിലനിൽക്കില്ല. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് അന്തിമമല്ലെന്നും SFIO അന്വേഷണത്തെ ന്യായീകരിച്ച ആദായ നികുതി വകുപ്പ് രേഖകൾ കൈമാറാൻ IT വകുപ്പിന് അധികാരമുണ്ട്. ഇതിന് കൃത്യം നിയമങ്ങളുണ്ട്. ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഒത്താശയോടെയാണ് തൃശൂർ പൂരം കലക്കിയതെന്ന് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. ദേവസ്വത്തിലെ ചിലർ തൽപര കക്ഷികളുമായി ഗൂഢാലോചന നടത്തിയെന്ന് റിപ്പോർട്ടിൽ പരാമർശം. സംസ്ഥാന പോലീസ് മേധാവിക്ക് സെപ്റ്റംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. RSS BJP നേതാക്കളുടെ പേര് മൊഴികളായി രേഖപ്പെടുത്തി. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ് ഗൂഢാലോചന നടത്തിയതെന്ന് വ്യക്തമാക്കാതെ റിപ്പോർട്ട്. തിരുവമ്പാടി ദേവസ്വത്തിലെ നമുക്കിനി നോക്കാം ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.
വിഖ്യാത സംവിധായകൻ ശ്യാം ബെനഗലിന്റെ സംസ്കാരം ഇന്നുണ്ടാകും. ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും മുംബൈയിലെ ശിവാജി പാർക്ക് ശ്മശാനത്തിൽ സംസ്കാരം. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്നലെ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. മറ്റൊന്ന്, ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിക്കുകയാണ്. ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുന്നത് കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന ആരോപണം ശക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം MS സൊല്യൂഷൻസിൽ നടത്തിയ റെയ്ഡിൽ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പിടിച്ചെടുത്തിരുന്നു. അതേസമയം ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബിന് അന്വേഷണ സംഘത്തിന് നിർദ്ദേശമുണ്ട്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. കർദിനാളായി നിയുക്തനായ ശേഷം ആദ്യമായി തിരുവനന്തപുരത്തെത്തുന്ന ജോർജ് കൂവക്കാടിൽ നിന്ന് സ്വീകരണമുണ്ട്. സ്വീകരണം രാത്രി 10:30 ലൂർദ് പള്ളിയിലാണ്. പരിപാടി പൗരപ്രമുഖരുടെ നേതൃത്വത്തിലാണ്. അതേസമയം ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ ഇന്ന് രാത്രി നടക്കും. തിരുവനന്തപുരം ലൂർദ് ഫെറോന പള്ളിയിൽ തിരുകർമ്മങ്ങൾ രാത്രി 10:30 ചടങ്ങുകൾ കർദിനാൾ ജോർജ് കൂവക്കാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും നടക്കുക. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ചടങ്ങുകൾ രാത്രി 8 മണിക്കാണ്. പ്രാർത്ഥനാ ചടങ്ങുകൾ കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലായിരിക്കും നടക്കുക. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ പാതിരാ കുർബാനയ്ക്ക് വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ നേതൃത്വം നൽകും. പ്രതിഷേധങ്ങൾക്കിടെ വനനിയമ ഭേദഗതിയുടെ മലയാള പരിഭാഷ ഇന്ന് പ്രസിദ്ധപ്പെടുത്തും. ഭേദഗതിയിന്മേൽ ഡിസംബർ 31 വരെ പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാനുള്ള അവസരമുണ്ട്. ഇമെയിൽ മുഖേനയും അല്ലാതെയും ഇതേവരെ വനം വകുപ്പിന് ലഭിച്ചിട്ടുള്ളത് നിരവധി പരാതികളാണ്. മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടുള്ള തീരുമാനമാണെന്നതിനാൽ പിന്നോട്ടില്ലെന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. കോഴിക്കോട് വടകരയിൽ നിർത്തിയിട്ടിരുന്ന കാരവാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 2 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. എസിയിൽ നിന്നുള്ള വാതകം ശ്വസിച്ചതാകാം മരണകാരണമെന്നാണ് പ്രാഥമികമായുള്ള നിഗമനം. കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് മനോജ് ജോയൽ എന്നിവരെയാണ്. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്റർ കേസിൽ നടൻ അല്ലു അർജുനെ തെലങ്കാന പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. നേരിട്ട് ഹാജരാകാൻ നടന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് നടനെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നുവെങ്കിലും ഹൈക്കോടതി ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ആറ് ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ന് US-ലെത്തും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ആദ്യ ഉന്നതതല സന്ദർശനമാണിത്. പ്രധാന പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. അപ്പോൾ ഇന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ എന്തായാലും ഇനി നമുക്ക് മോർണിംഗ് ഷോ രാവിലെ പൂർണ്ണമാകേണ്ട സമയമായിരിക്കുകയാണ്. ഈ വാർത്തകൾ തുടരും. പ്രേക്ഷകരൊക്കെ ന്യൂസിനൊപ്പം തുടരുക. രാവിലെ പൂർണ്ണമാകുന്നു. നമസ്കാരം.